ഹായ് എവരി വൺ. നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തിനാണ് ബംഗാളി പഠിക്കാൻ വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ വന്നിരിക്കുന്ന ബംഗാളികളോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടിയാണോ, വെസ്റ്റ് ബംഗാൾ എന്ന സംസ്ഥാനത്ത് പോയി സെറ്റിലാകാൻ വേണ്ടിയാണോ, അതോ നിങ്ങളൊരു ഭാഷാപ്രേമിയാണ്, കൂടുതൽ ഭാഷകൾ അറിഞ്ഞിരിക്കാൻ താല്പര്യമുണ്ട്, ആ കാരണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ആദ്യത്തെ കാരണമാണെങ്കിലും അവസാനത്തെ കാരണമാണെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബംഗാളിയിലെ ഒരു നാലാമത്തെ ഒരു ക്രിയയാണ്. ഇതിനു മുൻപ് പഠിച്ച വാ, പോ, പറയൂ എന്നതിന് ശേഷം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നാലാമത്തെ ക്രിയ ഇതാണ്, ചെയ്യൂ. ഇതിന്റെ ഒപ്പം ഞാൻ ചെറിയൊരു വാക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതാണ് ജോലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യൂ. ബംഗാളിയിൽ ചെയ്യൂ എന്ന് പറയുന്ന വാക്കാണ് കൊർ. ബഹുമാനത്തോടെ മുതിർന്നവരോടോ സ്ട്രേഞ്ചേഴ്സിനോടോ സംസാരിക്കുന്ന നേരത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കാണ് കൊരൂൺ. തുമി കൊർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്യ്. താങ്കൾ ചെയ്താലും എന്ന് പറയാനായിട്ട് അപ്നി കൊരൂൺ. ഇതിനൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കൊന്ന് ഉപയോഗിക്കുകയാണ്. ജോലി എന്നതിന് ബംഗാളിൽ പറയുന്നത് കാജ് എന്നാണ്. ഹിന്ദിയിലെ കാം ഇവിടെ കാജ് ആവുന്നു. ഹിന്ദിയിലെ കർ ആണ് ഇവിടെ കൊർ എന്നാവുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ജോലി ചെയ്യുന്ന പറയുന്നത് എങ്ങനെയാണ്? തുമി കാജ് കൊർ. താങ്കൾ ജോലി ചെയ്താൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്നി കാജ് കൊരൂൺ. ഇനി നമുക്ക് നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ആ മെത്തേഡ് ഫോളോ ചെയ്യാം. ഭാവികാലം, വർത്തമാനകാലം, ഭൂതകാലം, ഈ മൂന്ന് കാലങ്ങളിലും സബ്ജക്ട് മാറി മാറി വരുന്നതനുസരിച്ച് ഞാൻ, നമ്മൾ, ഞങ്ങൾ, നീ, നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ, അവൻ, അവൾ, അവർ, അദ്ദേഹം, ഈ സബ്ജക്റ്റ് ഒക്കെ വരുന്നതനുസരിച്ച് എങ്ങനെയാണ് സെന്റൻസ് മാറി മാറി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലേൺ ബംഗാളി ഫ്രം എ മലയാളി. പതിവ് പോലെ ഏറ്റവും എളുപ്പമുള്ള ഭാവികാലം വെച്ച് നമുക്ക് തുടങ്ങാം. ഭാവികാലത്തിൽ ഞാൻ ജോലി ചെയ്യും എന്ന് പറയുന്നത് എങ്ങനെയാണ്? അമി കാജ് കൊർബോ. ഞങ്ങൾ ജോലി ചെയ്യും എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആമ്ര കാജ് കൊർബോ. നമ്മൾ ജോലി ചെയ്യുന്ന പറയുന്നത് ആമ്ര കാജ് കൊർബോ. ഞാൻ ഈ പറഞ്ഞ സെന്റൻസുകളിൽ നിന്ന് കാജ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ എടുത്ത് കളയുകയാണെങ്കിൽ, അതായത് അമി കൊർബോ, ആമ്ര കൊർബോ, ആമ്ര കൊർബോ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും, ഞങ്ങൾ ചെയ്യും, നമ്മൾ ചെയ്യും എന്ന് വരും. അപ്പൊ നിങ്ങൾ ജോലിയല്ല റിഫർ ചെയ്യുന്നത്, ചുമ്മാ എന്തെങ്കിലും ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യും എന്നിങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന സെന്റൻസുകളിൽ നിന്ന് കാജ് എന്ന് പറഞ്ഞ വാക്ക് എടുത്തു കളഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ എല്ലാ സെന്റൻസും പറയുന്ന നേരത്ത് ഞാൻ ചെയ്യും, നമ്മൾ ചെയ്യും, ഞാൻ ജോലി ചെയ്യും, നമ്മൾ ജോലി ചെയ്യും അങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല. കാരണം അല്ലെങ്കിൽ തന്നെ വീഡിയോ വളരെ ലോങ് ആകാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ജോലി ചെയ്യും, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലി ചെയ്തു ഇങ്ങനെയുള്ള വാക്കുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഞാൻ, നമ്മൾ, ഞങ്ങൾ, ഇത് മൂന്നും കഴിഞ്ഞു. ഇനി നീ ജോലി ചെയ്യും എന്ന് പറയുന്നത് എങ്ങനെയാണ്? തുമി കാജ് കൊർബേ. താങ്കൾ ജോലി ചെയ്യും എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആപ്നി കാജ് കൊർബേൻ. അവൻ ജോലി ചെയ്യും എന്ന് പറയുന്നത് ഷേ കാജ് കൊർബേ. അവൾ ജോലി ചെയ്യുന്ന പറയുന്നതും ഷേ കാജ് കൊർബേ. ഇനി അവർ ജോലി ചെയ്യുന്ന പറയാനായിട്ട് താര കാജ് കൊർബേ. അദ്ദേഹം പുരുഷനായാലും സ്ത്രീ ആയാലും അദ്ദേഹം ജോലി ചെയ്യുന്ന പറയാനായിട്ട് തിനി കാജ് കൊർബേൻ. ആപ്നിക്ക് എന്താണോ വന്നത് അതേ ഫോർമാറ്റ് തന്നെ, അതുകൊണ്ട് തിനി കാജ് കൊർബേൻ. അത്രയുമാണ് ഭാവികാലം. ഇനി നമുക്ക് വർത്തമാനകാലത്തിലേക്ക് വരാം. വർത്തമാനകാലത്തിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് അമി കാജ് കൊർച്ചി. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് ആമ്ര കാജ് കൊർച്ചി. ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് ആമ്ര കാജ് കൊർച്ചി. നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് തുമി കാജ് കൊർച്ചോ. താങ്കൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് ആപ്നി കാജ് കൊർച്ചേൻ. അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് ഷേ കാജ് കൊർച്ചേ. അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ടും ഷേ കാജ് കൊർച്ചേ. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് താര കാജ് കൊർച്ചേ. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുരുഷനായാലും സ്ത്രീ ആയാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട് തിനി കാജ് കൊർച്ചേൻ. ഓക്കെ, അങ്ങനെ വർത്തമാനകാലവും കഴിഞ്ഞു. ഇനി ഭൂതകാലം. ഭൂതകാലത്തിൽ, അതായത് ഓൾറെഡി നടന്ന സംഭവങ്ങളെ പറ്റി പറയാനായിട്ട് ഞാൻ ജോലി ചെയ്തു എന്ന് പറയാനായിട്ട് അമി കാജ് കൊറേച്ചി. വർത്തമാനകാലത്തിലെ കൊറച്ചിയല്ല, ഇവിടെ കൊറേച്ചിയാണ്. ഓക്കെ, ഇനി നമ്മൾ ജോലി ചെയ്തു എന്ന് പറയാനായിട്ട് ആമ്ര കാജ് കൊറേച്ചി. ഞങ്ങൾ ജോലി ചെയ്തു പറയാനായിട്ട് ആമ്ര കാജ് കൊറേച്ചി. ഇനി നീ ജോലി ചെയ്തു എന്ന് പറയാനായിട്ട് തുമി കാജ് കൊറേച്ചോ. താങ്കൾ ജോലി ചെയ്തു എന്ന് പറയാനായിട്ട് ആപ്നി കാജ് കൊറേച്ചേൻ. അവൻ ജോലി ചെയ്തു എന്ന് പറയാനായിട്ട് ഷേ കാജ് കൊറേച്ചേ. അവൾ ജോലി ചെയ്തു എന്ന് പറയാനായിട്ടും ഷേ കാജ് കൊറേച്ചേ. അവർ ജോലി ചെയ്തു എന്ന് പറയാനായിട്ട്
താര കാജ് കൊറേച്ചെ. അദ്ദേഹം ജോലി ചെയ്തു എന്ന് പറയാനായിട്ട് തിനി കാജ് കൊറേച്ചെ. ഓക്കെ, ഇനി നമ്മുടെ കോംപ്ലിക്കേറ്റഡ് ആയ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, ഭൂതകാലത്തിൽ തന്നെ രണ്ടാമത്തേത്. ഭൂതകാലത്തിൽ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഞാൻ ജോലി ചെയ്തു എന്ന് പറയാനായിട്ട് അമി കാജ് കൊറേച്ചിലാം. നമ്മൾ ജോലി ചെയ്തു എന്ന് പറയാനായിട്ടും ആമ്ര കാജ് കൊറേച്ചിലാം. ഞങ്ങൾ ജോലി ചെയ്തു എന്ന് പറയാനായിട്ടും ആമ്ര കാജ് കൊറേച്ചിലാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചി ലാം എന്ന് പറഞ്ഞ ആ ഒരു വാക്യഘടനയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ അമി, ആമ്ര, ആമ്ര എന്ന് പറഞ്ഞ വാക്കുകളൊപ്പം വരുന്നത്. മുൻപ് നമ്മൾ പഠിച്ച ഏഷച്ചിലാം, ഗിയച്ചിലാം, ബോലെച്ചിലാം, കൊറേച്ചിലാം. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നീ ജോലി ചെയ്തു എന്ന് പറയാനായിട്ട് തുമി കാജ് കൊറേച്ചിലേ. താങ്കൾ ജോലി ചെയ്തു എന്ന് പറയാനായിട്ട് ആപ്നി കാജ് കൊറേച്ചിലേൻ. അവൻ ജോലി ചെയ്തു എന്ന് പറയാനായിട്ടും അവൾ ജോലി ചെയ്തു എന്ന് പറയാനായിട്ടും ഷേ കാജ് കൊറേച്ചിലോ. പിന്നെ അവർ ജോലി ചെയ്തു പറയാനായിട്ട് താര കാജ് കൊറേച്ചിലോ. തിനി കാജ് കൊറേച്ചിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജോലി ചെയ്തു, ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ. ഓക്കെ, അങ്ങനെ നമ്മൾ ജോലി ചെയ്യുക എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് വെച്ചിട്ട്, കാജ് കൊർ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് വെച്ചിട്ട് മൂന്ന് കാലത്തിലും, ഭാവികാലം, വർത്തമാനകാലം, ഭൂതകാലം, ഈ മൂന്ന് കാലത്തിലും സബ്ജക്റ്റുകൾ മാറി വരുന്നതനുസരിച്ച് എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് പഠിച്ചു. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചത് രണ്ട് ചോദ്യവാക്കുകളാണ്. ഒന്ന് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്, പിന്നെ കോതായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ. അപ്പോ എന്ത് ജോലി ചെയ്യും, എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് ജോലി ചെയ്തു. അതേപോലെ തന്നെ എവിടെ ജോലി ചെയ്യും, എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവിടെ ജോലി ചെയ്തു. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഭാവികാലം വെച്ച് തുടങ്ങാം. ഞാൻ എന്ത് ജോലി ചെയ്യും എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? അമി കീ കാജ് കൊർബോ. നമ്മൾ എന്ത് ജോലി ചെയ്യും ചോദിക്കാനായിട്ട് ആമ്ര കീ കാജ് കൊർബോ. ഞങ്ങൾ എന്ത് ജോലി ചെയ്യും ചോദിക്കാനായിട്ട് ആമ്ര കീ കാജ് കൊർബോ. ഇനി നീ എന്ത് ജോലി ചെയ്യും എന്ന് ചോദിക്കാനായിട്ട് തുമി കീ കാജ് കൊർബേ. താങ്കൾ എന്ത് ജോലി ചെയ്യും ചോദിക്കാനായിട്ട് ആപ്നി കീ കാജ് കൊർബേ. ഷേ കീ കാജ് കൊർബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ജോലി ചെയ്യും. ഷേ കീ കാജ് കൊർബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എന്ത് ജോലി ചെയ്യുന്നു അർത്ഥമുണ്ട്. ഇനി അവർ എന്ത് ജോലി ചെയ്യും ചോദിക്കാനായിട്ട് താര കീ കാജ് കൊർബേ. ഇനി അദ്ദേഹം എന്ത് ജോലി ചെയ്യും ചോദിക്കാനായിട്ട് തിനി കീ കാജ് കൊർബേ. ഞാൻ എവിടെ ജോലി ചെയ്യും ചോദിക്കാനായിട്ട് അമി കോതായ് കാജ് കൊർബോ. നമ്മൾ എവിടെ ജോലി ചെയ്യും ചോദിക്കാനായിട്ട് ആമ്ര കോതായ് കാജ് കൊർബോ. ഞങ്ങൾ എവിടെ ജോലി ചെയ്യും ചോദിക്കാനായിട്ടും ആമ്ര കാജ് കൊർബോ. ഇനി നീ എവിടെ ജോലി ചെയ്യും ചോദിക്കാനായിട്ട് തുമി കോതായ് കാജ് കൊർബോ. താങ്കൾ എവിടെ ജോലി ചെയ്യും ചോദിക്കാനായിട്ട് അപ്നി കോതായ് കാജ് കൊർബേ. ഇനി അവൻ എവിടെ ജോലി ചെയ്യും ചോദിക്കാനായിട്ട് ഷേ കോതായ് കാജ് കൊർബേ. അവൾ എവിടെ ജോലി ചെയ്യും ചോദിക്കാനായിട്ടും ഷേ കോതായ് കാജ് കൊർബേ. ഇനി അവർ എവിടെ ജോലി ചെയ്യും ചോദിക്കാനായിട്ട് താര കോതായ് കാജ് കൊർബേ. ഇനി അദ്ദേഹം എവിടെ ജോലി ചെയ്യും ചോദിക്കാനായിട്ട് തിനി കോതായ് കാജ് കൊർബേ. അങ്ങനെയാണ് ഭാവി കാലത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇനി വർത്തമാനകാലം. ഞാൻ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാനായിട്ട് അമി കീ കാജ് കൊർച്ചി. നമ്മൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ട് ആമ്ര കീ കാജ് കൊർച്ചി. ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ട് ആമ്ര കീ കാജ് കൊർച്ചി. നീ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ട് തുമി കീ കാജ് കൊർച്ചോ. താങ്കൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ട് ആപ്നി കീ കാജ് കൊർച്ചേൻ. അവൻ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ടും അല്ലെങ്കിൽ അവൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ടും ഷേ കീ കാജ് കൊർച്ചേ. അവർ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ട് താര കീ കാജ് കൊർച്ചേ. ഇനി അദ്ദേഹം എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ട് തിനി കീ കാജ് കൊർച്ചേ. ഇനി കോതായ് എന്ന് പറഞ്ഞ വാക്ക് അമി കോതായ് കാജ് കൊർച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമ്ര കോതായ് കാജ് കൊർച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ടും അതേ വാക്ക് തന്നെയാണ് ആമ്ര കോതായ് കാജ് കൊർച്ചി. ഇനി നീ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ട് തുമി കോതായ് കാജ് കൊർച്ചോ. ഇനി താങ്കൾ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ട് ആപ്നി കോതായ് കാജ് കൊർച്ചേൻ. അവൻ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ടും അവൾ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ടും ഒറ്റ വാക്കാണ് ഷേ കോതായ് കാജ് കൊർച്ചേ. ഇനി അവനെവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ട് താര കോതായ് കാജ് കൊർച്ചേ. അദ്ദേഹം എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ട് തിനി കോതായ് കാജ് കൊർച്ചേ. അങ്ങനെ വർത്തമാനകാലത്തിലെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഭൂതകാലം. ഭൂതകാലത്തിൽ സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് ആകെ പറഞ്ഞുതരാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് മാത്രമാണ്. നിങ്ങൾക്ക് അതേ ഫോർമാറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ വാക്കുകളൊക്കെ ഉപയോഗിച്ച് പ്രസന്റ് പെർഫെക്റ്റിലും ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഞാൻ എന്ത് ജോലിയാണ് ചെയ്തത് എന്ന് ചോദിക്കാനായിട്ട് അമി കീ കാജ് കൊറേച്ചി. നമ്മൾ എന്ത് ജോലിയാണ് ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് ആമ്ര കീ കാജ് കൊറേച്ചി. ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തെന്ന് ചോദിക്കാനായിട്ട് ആമ്ര കീ കാജ് കൊറേച്ചി. ഇനി നീ എന്ത് ജോലിയാണ് ചെയ്തെന്ന് ചോദിക്കാനായിട്ട് തുമി കീ കാജ് കൊറേച്ചോ. താങ്കൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ചോദിക്കാനായിട്ട് ആപ്നി കീ കാജ് കൊറേച്ചേൻ.
ഷേ കീ കാജ് കൊറേച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ജോലിയാണ് ചെയ്തത് അല്ലെങ്കിൽ അവൾ എന്ത് ജോലിയാണ് ചെയ്തത്. ഇനി അവർ എന്ത് ജോലിയാണ് ചെയ്തെന്ന് ചോദിക്കാനായിട്ട് താര കീ കാജ് കൊറേച്ചെ. അദ്ദേഹം എന്ത് ജോലിയാണ് ചെയ്തെന്ന് ചോദിക്കാനായിട്ട് തിനി കീ കാജ് കൊറേച്ചെൻ. ഓക്കെ. ഇനി എവിടെ എന്ന് പറഞ്ഞ വാക്ക് കോതായ്. ഞാൻ എവിടെയാണ് ജോലി ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് ആമി കോതായ് കാജ് കൊറേച്ചി. നമ്മൾ എവിടെയാണ് ജോലി ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് ആമ്ര കോതായ് കാജ് കൊറേച്ചി. ഞങ്ങൾ എവിടെയാണ് ജോലി ചെയ്തതെന്ന് ചോദിക്കാനായിട്ടും ആമ്ര കോതായ് കാജ് കൊറേച്ചി. ഇനി നീ എവിടെയാണ് ജോലി ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് തുമി കോതായ് കാജ് കൊറേച്ചോ. താങ്കൾ എവിടെയാണ് ജോലി ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് അപ്നി കോതായ് കാജ് കൊറേച്ചൻ. അവൻ എവിടെയാണ് ജോലി ചെയ്തതെന്ന് ചോദിക്കാനായിട്ടും അല്ലെങ്കിൽ അവൾ എവിടെയാണ് ജോലി ചെയ്തതെന്ന് ചോദിക്കാനായിട്ടും ഷേ കോതായ് കാജ് കൊറേച്ചെ. അവരെവിടെയാണ് ജോലി ചെയ്തെന്ന് ചോദിക്കാനായിട്ട് താര കോതായ് കാജ് കൊറേച്ചെ. ഇനി അദ്ദേഹം എവിടെയാണ് ജോലി ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് തിനി കോതായ് കാജ് കൊറേച്ചൻ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ബംഗാളിയിലെ വാക്യഘടനകൾ വരുന്നത്. ആഷോ എന്ന് പറഞ്ഞ വാക്കിനും അതായത് വായു എന്ന് പറയുന്ന വാക്കിനും ജാവു എന്ന് പറയുന്ന വാക്കിനും അതായത് പോകും എന്ന് പറഞ്ഞ വാക്കിനും ചെറിയ രീതിയിൽ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ തൊട്ടു മുൻപ് പറഞ്ഞു വന്ന ആ ബോൽ എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, പറയൂ എന്ന് പറഞ്ഞ അർത്ഥമുള്ളത്, അതും ഈ ചെയ്യൂ എന്ന് പറഞ്ഞ അർത്ഥമുള്ള ഈ കൊർ എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ടുള്ള വാക്യഘടനകൾ തമ്മിൽ നല്ല സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മൂലക്രിയ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കാലങ്ങളിലും എല്ലാ സബ്ജക്റ്റും വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നതെന്ന് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബംഗാളി അഥവാ ഈ ബംഗ്ല എന്ന് പറഞ്ഞ ഈ ഒരു ഭാഷ പഠിക്കാൻ വളരെയധികം എളുപ്പമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെട്ടാൽ കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.